ഹായ് എവ്രിവൺ, വെൽക്കം ടു അനദർ സെഷൻ ബൈ സിവിൽസ് 360 IAS അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് മാപ്പിൻ്റെ ഒരു പോർഷനാണ്, സ്ട്രെയ്റ്റ്സ്. എന്തുകൊണ്ടാണ് സ്ട്രെയ്റ്റ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വലിയൊരു ഡിസ്കഷൻ പോയിന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെയ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എന്താണ് സ്ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. എന്താണ് സ്ട്രെയ്റ്റ്? സ്ട്രെയ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലാർജ് വാട്ടർ ബോഡീസ് ഉണ്ട്, ആൻഡ് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ രണ്ട് ലാൻഡ് മാസസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലാൻഡ് മാസസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഈ രണ്ട് ലാർജ് വാട്ടർ ബോഡീസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വാട്ടർ ചാനൽ, ഒരു നാരോ വാട്ടർ പാസേജ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ലാൻഡ് മാസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഇൻ ദ മീൻ ടൈം എന്ത് ചെയ്യുന്നു, ഈ ഒരു രണ്ട് ലാർജർ ഓഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു നാരോവർ ആയിട്ടുള്ള ഒരു വാട്ടർ ചാനൽ, ഒരു നാരോ വാട്ടർ പാസേജ് അല്ലെങ്കിൽ ഒരു നാരോ വാട്ടർ ചാനൽ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാട്ടർ ബോഡീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പകരം ഈ രണ്ട് ലാൻഡ് മാസ് ആണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ ആ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെ നമ്മൾ പറയുന്നതാണ് ഇസ്ത്മസ്. ആ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ദാറ്റ് കണക്ട്സ് ടു ലാർജ് ലാൻഡ് മാസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ്ത്മസ് എന്ന് പറയും. വാട്ടർ ചാനൽ ആണെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെയ്റ്റ് എന്ന് പറഞ്ഞു, ലാൻഡ് മാസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലാൻഡ് സ്ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറഞ്ഞു, ഇസ്ത്മസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം മെയിൻ ആയിട്ടുള്ള സ്ട്രെയ്റ്റ്സ്. മേജർ വൺ ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനെയും അതേപോലെ തന്നെ അറേബ്യൻ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കൺട്രീസ് ആണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഇറാനാണ്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രി ഇറാനാണ്. അടുത്ത കൺട്രി എന്ന് പറയുന്നത് അത് ഒമാനാണ്. ഒമാന്റെ ഒരു ചെറിയ സ്ട്രിപ്പ്, ഒരു ചെറിയ പോർഷൻ ഒമാന്റെ കൺട്രോളിലുള്ളത് ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ അവിടെയുള്ള ഏരിയ ആണ്. UAE ആണ് താഴോട്ടുള്ളതെങ്കിലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ അവിടെയുള്ള ലാൻഡ് ഒമാന്റെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇറാനും ഒമാനും കൂടെയാണ്. ഇനി ഇവിടെ ഉള്ള 2-3 പോർട്ട്സ് നോക്കാം. ഒരു പോർട്ട് എന്ന് പറയുന്നത് ചാബഹാർ പോർട്ടാണ്. ഇത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇറാനിലെ ഒരു പോർട്ടാണ് ചാബഹാർ പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് വെസ്റ്റ് ഏഷ്യ ആയിട്ടും സെൻട്രൽ ഏഷ്യ ആയിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൂട്ടായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു പോർട്ട് പ്രോജക്റ്റ് ആണ് എന്ന് പറയുന്നത് ചാബഹാർ പോർട്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് തൊട്ട് മുന്നേ ഉള്ള ഇറാന്റെ ഒരു പോർട്ടാണ് ബന്ദാർ അബ്ബാസ്. ഇതൊക്കെ വേണമെങ്കിൽ മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇത് എവിടെയാണ് ഈ ബന്ദാർ അബ്ബാസ് എന്നുള്ളത്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു പോർട്ടാണ്. ഇറാനിന്റെ പോർട്ടാണ് എന്ത്, ബന്ദാർ അബ്ബാസ്. ഇനി UAEയുടെ ഈ ഒരു ഏരിയയിലുള്ള ഒരു പോർട്ടാണ് ജബൽ അലി പോർട്ട്. അതേപോലെ തന്നെ UAEയുടെ വേറൊരു പോർട്ടാണ് ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആയിട്ട് ചേർന്ന് കിടക്കുന്ന, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കഴിഞ്ഞിട്ട് തൊട്ട് കിടക്കുന്ന ഒരു പോർട്ടാണ് ഫുജൈറ പോർട്ട്. ഫുജൈറയും ജബൽ അലി UAEയിലാണ്, ബന്ദാർ അബ്ബാസും ചാബഹാറും ഇറാനിലാണ്. അപ്പൊ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇറാനും ഒമാനും കൂടെ ചേർന്നിട്ടാണ്. ഏതൊക്കെ ഓപ്പൺ ഓഷൻസിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ സീനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? പെർഷ്യൻ ഗൾഫിനെയും അറേബ്യൻ സീയെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെയുള്ള പോർട്ട്സ് ആണ് ചാബഹാറും ബന്ദാർ അബ്ബാസും ഇറാനില്, ജബൽ അലിയും ഫുജൈറയും എവിടെയാണ്? നമ്മുടെ UAEയിൽ. അടുത്ത പോർട്ടാണ്, അടുത്ത സ്ട്രെയ്റ്റ് ആണ് സ്ട്രെയ്റ്റ് ഓഫ് ബോസ്ഫറസും സ്ട്രെയ്റ്റ് ഓഫ് ഡാർഡനെൽസും. ഇതും ശരിക്കും ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. UPSCയുടെ ക്വസ്റ്റ്യൻ വന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ യുക്രൈൻ റഷ്യ വാർ കാരണം ഈ ഒരു ബ്ലാക്ക് സീ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വൾണറബിൾ ആയിട്ടിരുന്നൊരു ഏരിയ ആണ് അല്ലേ. അപ്പൊ അവിടെ ഉള്ള രണ്ട് സ്ട്രെയ്റ്റ്സ് ആണ് സ്ട്രെയ്റ്റ് ഓഫ് ബോസ്ഫറസും സ്ട്രെയ്റ്റ് ഓഫ് ഡാർഡനെലെയും. സ്ട്രെയ്റ്റ് ഓഫ് ബോസ്ഫറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് സീയെയും സീ ഓഫ് മർമറയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്.
ബ്ലാക്ക് സിയെയും സീ ഓഫ് മർമറയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സ്ട്രേറ്റ് ഓഫ് ബോസ്ഫോറസ്. ഇത് ഓർത്തേക്കാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി അല്ലേ ആദ്യം വരുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. ബി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ബ്ലാക്ക് സിയോട് ചേർന്ന് നടക്കുന്നത് ബോസ്ഫോറസ് ആണ്. ബ്ലാക്ക് സിയെയും ദെൻ സീ ഓഫ് മർമറയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബോസ്ഫോറസ് സ്ട്രേറ്റ്. ഇനി അത് കഴിഞ്ഞാൽ ഡി വരുന്നു, അതാണ് ഡാർഡനലെ സ്ട്രേറ്റ്. അത് കണക്ട് ചെയ്യുന്നത് സീ ഓഫ് മർമറയും ഏജിയൻ സിയെയും തമ്മിലാണ്. വേണമെങ്കിൽ ഇവിടെ മെഡിറ്ററേനിയൻ സീ എന്ന് തന്നാലും അത് ജനറലി കറക്റ്റ് ആണെന്ന് പറയാം. ബട്ട് പ്രിസൈസ്ലി ഇറ്റ്സ് ഏജിയൻ സി. സീ ഓഫ് മർമറയും ഏജിയൻ സിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഡാർഡനലെ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ. സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് നമുക്ക് വേണമെങ്കിൽ യൂറോപ്യൻ കോണ്ടിനെന്റ് മാസിനെയും ആഫ്രിക്കൻ കോണ്ടിനെന്റ് മാസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ആ ഒരു ചെറിയ സ്ട്രേറ്റ് ആണ്, സ്പെയിനിനും മൊറോക്കോനും ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ സീയെയും അറ്റ്ലാന്റിക് ഓഷനെയുമാണ്. മെഡിറ്ററേനിയൻ സീയെ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന നാരോ വാട്ടർ ചാനലാണ് എന്ത്, സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സറൗണ്ടിങ് കൺട്രീസ്? സ്പെയിനും മൊറോക്കോയും. അടുത്തതാണ് കച്ച് സ്ട്രേറ്റ്. ഇതും ഉക്രൈൻ്റെ വാർ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ചർച്ചയിൽ വന്നതാണ്. കാരണം എന്താണ്, അത് ക്രിമിയായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയ ആണ്. ക്രിമിയ റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ഏരിയ ആണ് ക്രിമിയ എന്ന് പറയുന്നത്. ഇപ്പൊ റഷ്യൻ കൺട്രോളിലാണ്. ആൻഡ് ഈ ക്രിമിയയും റഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു നാരോ സ്ട്രേറ്റ് ആണ് കർച്ച് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന ആരെയൊക്കെയാണ്? സീ ഓഫ് അസോവിനെയും ബ്ലാക്ക് സിയെയുമാണ്. സീ ഓഫ് അസോവിനെയും ബ്ലാക്ക് സിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ആണ് കർച്ച് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞു. അപ്പൊ ഈ ഒരു GCCയുടെ പോർഷനിൽ മേളിൽ ഒമാനും ഇറാനും ഇടയ്ക്ക് നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു എന്താണ് വെസ്റ്റ് ഏഷ്യൻ ലാൻഡ് മാസിന്റെ താഴെ വെസ്റ്റ് ഏഷ്യനെയും ആഫ്രിക്കനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന റെഡ് സീ ഏരിയയിലുള്ളതാണ് ബാബൽ മണ്ഡപ് എന്ന് പറയുന്ന സ്ട്രേറ്റ്. ബാബൽ മണ്ഡപ്, സ്ട്രേറ്റ് ഓഫ് ബാബൽ മണ്ഡപ്. ഈ ബാബൽ മണ്ഡപ് സ്ട്രേറ്റ് റെഡ് സീയെ ഗൾഫ് ഓഫ് എയ്ഡനുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റെഡ് സീയെ അവസാനം കൊണ്ടുവന്ന് ഇന്ത്യൻ ഓഷനിൽ എത്തിക്കുന്നു. അത് ചെയ്യുന്നത് ആരാണ്? സ്ട്രേറ്റ് ഓഫ് ബാബൽ മണ്ഡപ് ആണ്. ഇനി നമ്മുടെ സൗത്ത് അമേരിക്കൻ ഏരിയയിൽ ശരിക്കും സൗത്ത് അമേരിക്കൻ ലാൻഡ് മാസിനെ, അതിന് ഏറ്റവും സൗത്ത് പോർഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആര്? സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ. സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ സൗത്ത് അമേരിക്കൻ ലാൻഡ് മാസ് ആണെങ്കിൽ ഇത് ചിലിയുടെ പോർഷൻസ് ആണ്, ഈ താഴോട്ടുള്ളത് അർജന്റീനയുടെ പോർഷനാണ്. ഇത് അർജന്റീനയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ കണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് ശരിക്കും എന്താന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ എന്ന് പറയുന്നത്. അതായത് സൗത്ത് അമേരിക്കയുടെ തന്നെ സൗത്ത് ലാൻഡ് മാസിനെ ഒരു സെപ്പറേറ്റ് ലാൻഡ് മാസ് പോലെ ആക്കി മാറ്റുന്നതാണ് സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ എന്ന് പറയുന്നത്. ചിലിയിലാണ് സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ ഉള്ളത്. സദേൺ ചിലിയിലാണ് സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ. കംപ്ലീറ്റ്ലി ഇത് ചിലിയിലാണ്. കാരണം അർജന്റീനയുടെ ലാൻഡ് മാസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ആ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രേറ്റ് ഓഫ് മെഗല്ലൻ സൗത്ത് ചിലിയിലാണ്. അടുത്ത നമ്മുടെ ഇന്ത്യൻ ഓഷനിലുള്ള സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എന്താണ് ഈ ഇന്ത്യൻ ഓഷനിൽ കൂടെ ഉള്ള മാരിടൈം ട്രേഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഫുൾ ട്രേഡ് നടക്കുന്ന ഒരു റൂട്ടാണ് ഇത് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ഓഫ് മലാക്ക കണക്ട് ചെയ്യുന്നത് ആൻഡമാൻ സിയെയും സൗത്ത് ചൈന സിയെയുമാണ്. സൗത്ത് ചൈന സിയെ ആൻഡമാൻ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? സ്ട്രേറ്റ് ഓഫ് മലാക്കയാണ്. ഓക്കെ, ഇനിയും ഇവിടെ കുറച്ച് ചെറിയ ചെറിയ സ്ട്രേറ്റ്സ് ഉണ്ട്. സുണ്ട സ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്തോനേഷ്യൻ ഏരിയയിൽ സ്ട്രേറ്റ്സ് ഉണ്ട്. ബട്ട് മെയിൻ ആയിട്ടുള്ള സ്ട്രേറ്റ് ഓഫ് മലാക്കയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? പെർഷ്യൻ ഗൾഫിനെയും അറേബ്യൻ സിയെയും. അടുത്തത് ബ്ലാക്ക് സീയിലുള്ള രണ്ട് സ്ട്രേറ്റ്സ് ആണ് ബോസ്ഫറസ് സ്ട്രേറ്റും ഡാർഡനലെ സ്ട്രേറ്റും. ബോസ്ഫറസ് സ്ട്രേറ്റ് ആരെ കണക്ട് ചെയ്യുന്നു? ബ്ലാക്ക് സീയെ സീ ഓഫ് മർമറയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഡാർഡനലെ സ്ട്രേറ്റ് ആണെങ്കിൽ സീ ഓഫ് മർമറയെ ഏജിയൻ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അടുത്തതാണ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ത് ചെയ്യുന്നു? മെഡിറ്ററേനിയൻ സിയെ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്നു.
മെഡിറ്ററേനിയൻ സീയെ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അടുത്തത് കർച്ച് സ്ട്രെയിറ്റ് ആണ്. കർച്ച് സ്ട്രെയിറ്റ് നമ്മുടെ ഉക്രൈൻ്റെ ഏരിയാസിലുള്ളതാണ്. ആൻഡ് അത് കണക്ട് ചെയ്യുന്നത് സീ ഓഫ് അസോവിനെ നമ്മുടെ ബ്ലാക്ക് സീയുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നുള്ളത് സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ഡപാണ്. ബാബൽ മണ്ഡപം എവിടെയാണ്? റെഡ് സീയെ ഇന്ത്യൻ ഓഷനിലേക്ക് കണക്ട് ചെയ്യുന്നത് ആരാണ്? സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ഡപാണ്. പിന്നെ അടുത്താണ് മെഗല്ലൻ സ്ട്രെയിറ്റ്. നമ്മൾ പറഞ്ഞു മെഗല്ലൻ സ്ട്രെയിറ്റ് സൗത്ത് അമേരിക്കയുടെ തന്നെ സദേൺ ചിലിയിലാണ് ആരുള്ളത്? നമ്മുടെ മെഗല്ലൻ സ്ട്രെയിറ്റ് ഉള്ളത്. ദെൻ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ത് ചെയ്യുന്നു? ആൻഡമാൻ സീയെ സൗത്ത് ചൈന സീ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും സ്ട്രെയിറ്റുകളുണ്ട്. നമ്മുടെ ബെറിംഗ് സ്ട്രെയിറ്റ് പോലത്തെ സ്ട്രെയിറ്റ്സ് ഉണ്ട്. അതെവിടെയാണ്? റഷ്യനും അലാസ്കനും ഇടയ്ക്കാണ് ബെറിംഗ് സ്ട്രെയിറ്റ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആൻഡമാനെയും നിക്കോബാറിനെയും കൂടെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു വാട്ടർ പാസേജ് ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? 10 ഡിഗ്രി ചാനൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? നമ്മുടെ ലാൻഡ് മാസ് ഫുൾ സറൗണ്ടഡ് ബൈ വാട്ടർ ആണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സ്. ഐ ഹോപ്പ് ദ സെഷൻ ഇസ് യൂസ്ഫുൾ. താങ്ക് യു.